അയ്യോ അജിത്തെ അയ്യോ കിണ്ണ സിനിമ കളിയോ ഇതിനെക്കാട്ടി ഒരു സിനിമ വേറെ റീമേക്ക് ആണെങ്കിൽ കിട്ടിലെ കിണ്ണ അടിപൊളി സിനിമ ഇതുപോലെ ഒരു സിനിമ ഇനി ഇറങ്ങുക നന്ദി. കാർ റൈസോ അയ്യോ മറച്ചിടലും പരിപാടി ലോറിയുടെ മണ്ടക്കൂടെ ഒക്കെ ഒക്കെ കിട്ടില്ല കണ്ടില്ലെങ്കിൽ നഷ്ടം 1000 കോടി എന്തായാലും എടുപ്പിക്കാം കേട്ടാ. അയ്യോ വിളയാട്ടമാണല്ലോ കടവുളെ ഒരു ലക്ഷം വിടാമുയർച്ചി നമ്മള് ഉറങ്ങിത്തള്ളാം. സ്ലോ പേസ് നമുക്ക് ഉറക്കം വരും ചേട്ടാ. ആരും ഒന്ന് രാവിലെ ഒന്ന് എന്നിട്ട് പോയി കാണണ്ട, വേസ്റ്റ് ഓഫ് ടൈമാണ്. ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്, വൻ ലാഗായിട്ട് തോന്നി. ഒരു കുഞ്ഞു മൂവിയായിട്ട് എടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ വലിച്ചു നീട്ടി. പിന്നെ അജിത്തിനൊരു കംബാക്ക് നല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു മൂവിയല്ലേ, പക്ഷെ അതിൻ്റെ അത്രയും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അതിന്റെ അത്രയും ഒരു എക്സ്പെക്ട് ചെയ്ത് വരണ്ട ലെവൽ സീനാ இருந்துச்சு. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോ കണ്ടാ മതി. നമുക്ക് സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള തിയേറ്ററിലെ സെറ്റപ്പ് ഉണ്ട്. നല്ല തിയേറ്റർ ആണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാം. ജസ്റ്റ് നോർമൽ മൂവി. ഒരു കാർ ഫൈറ്റ് ഉണ്ട്, കാർ ചേസ് ആയിട്ടല്ല, ഒരു കാറിന്റെ ഉള്ളിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അത് നല്ലതായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര അഗ്രസീവ് എന്നല്ല, ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് നമുക്കൊരു ടോർച്ചറിങ് കൈൻഡ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇത്രയും വലിച്ചു നീട്ടണ്ടായിരുന്നു എന്ന് തോന്നി. ജസ്റ്റ് നോർമൽ, അങ്ങനെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് മറ്റേ വിടാമുയർച്ചി എന്നുള്ള സോങ് ഉണ്ടല്ലോ, അത് ആപ്റ്റായിരുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ ആ സിറ്റുവേഷൻ ആപ്റ്റായിരുന്നു. വേറെ ഒന്നും അത്ര ഭയങ്കര ഓവറായിട്ടില്ല, ജസ്റ്റ് നോർമൽ മൂവി. ഹീ ഈസ് ഓണിങ് ദ ഷോ. ഫുൾ മൂവി എൻറ്റയർ മൂവി പുള്ളി തന്നെയാണ്. പിന്നെ ഇൻട്രോ ഒക്കെ വന്നിട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് വന്നതുപോലെയായിരുന്നു, മാസ് ഇൻട്രോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അജിത്തിന്റെ കുറേ നാളിന് ശേഷം ഉള്ളതുകൊണ്ട് ഐ തോട്ട് സംതിങ് എൽസ്. പക്ഷെ ഇതൊരു ജസ്റ്റ് ഒരു പക്ഷെ ഭയങ്കര ലാഗായി പോയി, കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഓ നോ അയ്യോ മങ്കാത്ത വെച്ച് കമ്പയർ ചെയ്യരുത്, അതായിട്ട് ഒന്നുമില്ല. മങ്കാത്ത ഇവിടെ നിൽക്കുന്ന ഇത് ഇങ്ങനെ അത്രയും ഒരു ഇതുണ്ട്. തൃശ്ശയായിട്ട് അവരുടെ പേരിൽ വന്നിട്ട് അവർ ഒബ്വിയസ്ലി കപ്പിൾസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവർക്കുള്ള സ്ക്രീൻ സ്പേസ് കുറവാണ്. ഇൻഫാക്ട് അജിത്തിനാണ് കൂടുതലുള്ളത്. അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പൂഫായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ അവർക്ക് കുറച്ചേ ഉള്ളൂ. ബട്ട് ദാറ്റ് വാസ് ലൈക്ക് ഓക്കെ, ജസ്റ്റ് ഓക്കെ എന്നേ ഉള്ളൂ. എനിക്ക് ഇൻ പേഴ്സൺ എനിക്ക് അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നിയില്ല. വൺ ടൈം ജസ്റ്റ് ഒരു നോർമൽ കൈൻഡായിട്ട് അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. ഭയങ്കര ലാഗാണ്, ഫസ്റ്റ് ഹാഫ് മുതൽ ലാഗാണ്. பயங்கரமா இருந்துச்சு, அமேசிங். அஜித் அவர் சொல்லக்கூடாதுன்னு சொல்லியிருக்காரு. அஜித் கடவுளையே சொல்லக்கூடாதுன்னு சொல்லாரு. பட் இட்ஸ் ஓகே, அமேசிங். தமிழ்நாட்டுல கொஞ்சம் ஃபேன்ஸ் அந்த எக்ஸ்பெக்ட் பண்ண அளவுக்கு கிடையாதுன்னு சொல்லிருக்காரு. இல்ல அஜித் வேற மாதிரி ட்ரை பண்ணியிருக்காரு. இட் வாஸ் a nice movie. லைக் நீங்க வந்து ஃபர்ஸ்ட் ஹாஃபும் நல்லா இருந்துச்சு, செகண்ட் ஹாஃப் ஃபுல் ஆக்ஷன் பயங்கரமா இருந்துச்சு. வெறித்தனம் விஜய் என்ன பண்ணும்போது வெறித்தனம் கிடையாதா? விஜய் பண்றப்போ விஜய்ல ஒண்ணுமே வெறித்தனமே இருக்காது. இதுல தலதான் வெறித்தனமா நடிச்சிருக்காரு. லியோ ரெக்கார்டு மேல தூக்குமா? கண்டிப்பா ஆக்ஷன் சீக்வன்ஸ் கம்பேர் பண்ணி பார்க்கும்போது இந்த ஆக்ஷன்ஸ் விஜயால கண்டிப்பா ஷூரா பண்ண முடியாது. ஒரு பிளாக் மட்டும் வரும் இன்டர்வலுக்கு அப்புறம் காருக்குள்ள 4 பேர் ஃபைட் பண்ணுவாங்க. வேற அந்த எக்ஸ்பெக்டேஷனுக்கு அப்புறம் கிடைச்சாச்சு, அதுக்கு அப்புறம் ஒரு ஃபேன் பாய் மூமெண்ட்ஸ் அந்த மாதிரி இல்ல ஃபிலிம் ஆயிட்டு தான் பார்க்க முடியும். மாஸ் சீன்ஸ் அந்த மாதிரி இல்ல கொஞ்சம் த்ரில்லிங்கா ட்விஸ்டா அந்த மாதிரி நல்லா இந்த தமிழ் ஆடியன்ஸ்க்கு அந்த மாதிரி மாஸ் பிடிக்கும், கண்டிப்பா பிடிக்கும். எல்லாரும் வந்து பார்க்கலாம். அர்ஜுன் அந்த ஆக்டிங் தான் ரொம்பவே நல்லா இருந்துச்சு. கண்டிப்பா பார்க்கலாம். த்ரிஷா வந்து ஆன் ஸ்கிரீன்ல பார்க்கல, ரொம்பவே அழகா இருந்தாங்க. பேரோ நல்லாயிட்டு இருக்குல்ல. அப்போ அர்ஜுன் அஜித் எல்லாம் மங்காத்தா கிராஸ் அந்த மாதிரி இருக்குல்ல, நல்லா இருக்கு, ரொம்பவே நல்லா இருந்துச்சு. போய் பார்க்கலாம், கண்டிப்பா தியேட்டர் வாட்ச் കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നേ കൊള്ളായിരുന്നു. പേരിനുള്ള ഒരു ഇതുമില്ല, വിടാമുയർച്ചി പേര് വെച്ചിട്ട് ഒരു മുയർച്ച ഇല്ലാത്ത ഒരു സിനിമയാണിത്. ഒന്നുമേ കൊള്ളത്തില്ല, കഥയില്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. സമയം വേസ്റ്റാണ്, പൈസയും വേസ്റ്റാണ്, എല്ലാം വേസ്റ്റാണ്. എല്ലാം കുന്താണ്, ഒന്നുമല്ല, കുഴപ്പമില്ല, കൊള്ളാം.